യുകെയിൽ 16 വയസ്സിന് താഴെയുള്ളവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധനം പ്രഖ്യാപിച്ചു. ഇത് രാജ്യത്തിന് ഒരു വലിയ നിമിഷമെന്ന് വിശേഷിപ്പിച്ചാണ് ഈ ചരിത്ര പ്രഖ്യാപനം യുകെ നടത്തിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നേരിട്ട് തന്നെ സുപ്രധാന പ്രഖ്യാപനം നടത്തുകയായിരുന്നു. 2027 വർഷം തുടക്കം മുതൽ വിലക്ക് നിയമം പ്രാബല്യത്തിലാകും. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. Because today is a big moment for our country. This is a big step. Real change for our children and our future. Because today I can announce that the government will ban access to social media for all children under the age of 16. ദോഷകരമായ ഉള്ളടക്കത്തിൽ നിന്നും അമിതമായ സ്ക്രീൻ സമയത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ സുപ്രധാന നീക്കം. ഈ തീരുമാനത്തെ സാങ്കേതിക കമ്പനികൾ എതിർത്താൽ താൻ ശക്തമായി പ്രതികരിക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. നമ്മുടെ കുട്ടികളുടെ സുരക്ഷയിലും സന്തോഷത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി 16 വയസ്സിന് താഴെയുള്ളവർ വിവിധ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കുന്നതിനെ ബ്രിട്ടൻ ശക്തമായി വിലക്കും. 2027 വർഷം തുടക്കം മുതൽ വിലക്ക് നിയമം നടപ്പാക്കാനാണ് തീരുമാനം. ലോകം കാതോർത്ത സുപ്രധാന തീരുമാനമായിരുന്നു അത്. This is not something I do lightly, and I will not present it as cost-free, as if social media has brought no benefits to young people, because clearly that is wrong. But government is always about choices, and it's clear to me that a full ban is the right choice. കുട്ടികൾക്കായുള്ള ഓൺലൈൻ സുരക്ഷ കർശനമാക്കുന്നത് ലോകത്ത് പല രാജ്യങ്ങളും ഘട്ടം ഘട്ടമായി നടപ്പാക്കി വരികയാണ്. നിലവിൽ ഓസ്ട്രേലിയ, കാനഡ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിയമനിർമ്മാണം നടത്തിയിരുന്നു. ഇതോടൊപ്പം ഫ്രാൻസ്, സ്പെയിൻ, ഡെൻമാർക്ക്, തായ്ലൻഡ്, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും സമാനമായ സമീപനങ്ങൾ പഠിച്ച് മാറ്റങ്ങൾ നടപ്പാക്കി വരികയാണ്. വിവിധ പ്രായക്കാരായ 1,16,000 പേരുടെ അഭിപ്രായങ്ങൾ തേടിയാണ് പുതിയ നിയമം യുകെ പ്രഖ്യാപിച്ചത്. ഇനി വൈകാതെ കൂടുതൽ രാജ്യങ്ങളും ഇത്തരം സുപ്രധാന പ്രഖ്യാപനത്തിലേക്ക് കടക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഒപ്പം നല്ല ഭാവിക്കായി നമ്മൾ ആരുടെ പക്ഷത്താണ് എന്നത് സംബന്ധിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തരം സുപ്രധാന പ്രഖ്യാപനങ്ങൾ. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jaihind TV. Stay tuned for the 1,000 countdown.